നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ റയലിൻ്റെ ആരാധകർ കുറേയായിട്ട് കാത്തിരുന്ന റോഡ്രി റയലിലേക്കില്ലെന്നും പറഞ്ഞ് ബാഴ്സയിലേക്ക് പോകാൻ തീരുമാനിച്ചു. ആ കാര്യം കൺഫേംഡ് ആണ്. എല്ലാ തരത്തിലുള്ള പേഴ്സണൽ എഗ്രിമെൻറ്റിലേക്കും എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ക്ലബ് ടു ക്ലബ് ചർച്ചകൾ അതിവേഗം നടക്കുന്നു എന്ന് നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഏറെ വിശ്വാസമുള്ള ഫബ്രീസിയോ റൊമാനോ തന്നെ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഇന്നലെ തന്നെ ജെറാർഡോ റൊമേറോ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. റോഡ്രി ബാഴ്സയോട് എസ് പറഞ്ഞു, ഓക്കെ പറഞ്ഞു എന്നുള്ളത് നമ്മൾ ഇന്നലെ തന്നെ വാർത്ത കൊടുക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ റോഡ്രി ബാഴ്സലോണയിലേക്ക് എത്തുകയാണെങ്കിൽ ഈ ബാഴ്സ ടീമിനെ തടഞ്ഞു നിർത്താൻ ആരെക്കൊണ്ടാകും എന്നുള്ളതാണ് ചോദ്യം. പ്രത്യേകിച്ച് റോഡ്രി പെഡ്രി ടു റോഡ്രി ടു പെഡ്രി ടു ഡാനി ഓൾബോ. അവിടെ നിന്ന് യമാലോ റാഫീഞ്ഞയോ എടുക്കും. ഗോളടിക്കാൻ യമാലിനെ കൊണ്ടും പറ്റും, റാഫീഞ്ഞയെ കൊണ്ടും പറ്റും. പിന്നെ ഒരു സ്ട്രൈക്കറുടെ കാര്യമാണ്. ടോറസ് പോയില്ലെങ്കിൽ അദ്ദേഹം ഉണ്ടാവും, അല്ലെങ്കിൽ അഡേമിയോ ആൻ്റണി ഗോർഡനോ ഒക്കെ ആ റോള് വഹിക്കാൻ കപ്പാസിറ്റി ഉള്ളവരാണ്. ഇത് ആരെയും ഭയപ്പെടുത്തുന്ന ഒരു നിരയായിട്ട് ബാഴ്സ മാറിയിട്ടുണ്ട്. റോഡ്രി കൂടി വന്നാൽ ഒന്നുകൂടി ആ മധ്യനിര അങ്ങ് അവരെടുക്കും. ഏത് ടീമിനെതിരെ കളിക്കുമ്പോഴും അതായിരിക്കും അവസ്ഥ. നമുക്ക് ബാഴ്സലോണയുടെ ബെസ്റ്റ് 11 റോഡ്രിയെ കൂടി ഉൾപ്പെടുത്തിയാൽ ഇപ്പോൾ ബാഴ്സയിലുള്ള മറ്റു താരങ്ങളെ വെച്ചുകൊണ്ട് എങ്ങനെയായിരിക്കും? ഗോൾ കീപ്പറായിട്ട് ജോയൻ ഗാർഷ്യ, സെൻട്രൽ ബാക്കുമാരുടെ റോളിൽ കുബാർസിയും എറിക് ഗാർഷ്യയും ഇറങ്ങുന്ന കരുതാം. വലത് വിങ്ങിൽ കൂണ്ടെ, ഇടത് വിങ്ങിൽ ബാൽഡെ, പിന്നെ കൺസേലോ ഉണ്ട്. കൺസേലോക്ക് ഇരു വിങ്ങുകളിലും കളിക്കാൻ പറ്റും. പക്ഷേ അദ്ദേഹം ലോണിലാണ് അവിടെ കളിച്ചിരുന്നത്. അദ്ദേഹത്തെ തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ തകൃതിയായി നടക്കുന്നു. ഒഫീഷ്യലായിട്ടില്ലെന്ന് മാത്രമേ ഉള്ളത്, നടക്കും എന്ന് തന്നെയാണ് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. മധ്യത്തിലേക്കും കടന്നാലോ, മധ്യനിരയിലേക്ക് റോഡ്രി പെഡ്രി, ഒപ്പം മുന്നേറ്റങ്ങളെ സഹായിക്കാൻ ഡാനി ഓൾമോയും ഉണ്ടാകും. ഗവിയെ പോലുള്ളവരൊക്കെ പുറത്തിരിപ്പാണേ. റോഡ്രി പെഡ്രി ഓൾമോ. ഇടത് പാർശ്വത്തിൽ റാഫീഞ്ഞ കളിക്കട്ടെ, വലതു പാർശ്വത്തിൽ ലാമിൻ യമാൽ. ഗോളടിക്കാനാണ് ഒരു പ്രശ്നം. അത് ടോറസ് അവിടെ തുടർന്നാൽ അദ്ദേഹം തന്നെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അല്ലെങ്കിൽ അഡയേമിയെ കളിപ്പിക്കാം, അല്ലെങ്കിൽ ആൻ്റണി ഗോർഡനും ആ റോള് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വിങ്ങുകളിലും കളിക്കാൻ കപ്പാസിറ്റി ഉള്ളവരാണ്. അപ്പോൾ അത്തരത്തിൽ വേഴ്സിറ്റാലിറ്റി ഉള്ള താരങ്ങളാണ് അവർ എന്ന കാര്യം കൂടി ഓർക്കുക. ഏതായാലും ഒരു മികച്ച സ്ട്രൈക്കറെ കൂടി, ഹുലിൻ ആൽവാരസ് കൂടി വന്നാൽ പിന്നെ പറയേണ്ടതില്ല. അത് സാധിക്കുമെന്നുള്ള കാര്യം കണ്ടറിയണം. സാധ്യത കുറവാണെന്നിപ്പോൾ അർജന്റീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എനിവേ, ബാഴ്സലോണയുടെ ഈ 11 ആരെയും ഭയപ്പെടുന്ന ഒന്നാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.